നമ്മുടെ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ഈ കോഴ്സ്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ജോബ് റോൾ, എങ്ങനെയാണ് നമ്മൾ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പോകുന്നത്, അങ്ങനെ മൊത്തം ഡീറ്റെയിൽസ് നമുക്ക് കാണാം. അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് അറിയാമല്ലേ, നമുക്ക് ഈ നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ വിജ്ഞാപനം വന്നു കഴിഞ്ഞു. ഈ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്കാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിലിതാ വിജയചരിത്രം ആവർത്തിക്കുവാനായി ടെക് PSC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 3000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം ഫുൾ സിലബസ് ബേസ്ഡ് മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവയടങ്ങിയ ഈ ഒരു ഫുൾ പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. അതിന്റെ ഡീറ്റെയിൽസ് അറിയണം, പ്ലസ് അതിന്റെ പ്രീവിയസ് അഡ്വൈസ് എത്രയായിരുന്നു, പ്രീവിയസ് കട്ട് ഓഫ് എത്രയായിരുന്നു, മുമ്പ് നടന്ന എക്സാമിനെ വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഒരു റെഫറൻസ് എടുക്കേണ്ടത്. ദെൻ ജോബ് റോൾ മാത്രം അറിഞ്ഞാൽ പോരാ, നെക്സ്റ്റ് പ്രൊമോഷൻ കാര്യങ്ങളും പിന്നെ സിലബസും, നമ്മൾ എന്ത് സ്ട്രാറ്റജി വെച്ചിട്ടാണ് നമ്മളുടെ എക്സാം ക്രാക്ക് ചെയ്യാൻ പോകുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ എക്സാം ക്രാക്ക് ചെയ്യേണ്ടത് എന്നുള്ള ടിപ്സും നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്താണ് സ്കെയിൽ ഓഫ് പേ നിങ്ങൾക്ക് കാണാം. 35K to 75K അടുത്ത് സ്കെയിൽ ഓഫ് പേ ഉണ്ട്. ആൻഡ് വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ 26 വേക്കൻസീസ് ഉണ്ട്. അതെന്താണ്, ഇനിയും വേക്കൻസീസ് കൂടാം. ആൻഡ് ക്വാളിഫിക്കേഷനും ഇവിടെ തന്നിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ജനറൽ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ എന്താണ്, പാസ് ഇൻ ഇന്റർമീഡിയറ്റ് എക്സാമിനേഷൻ ഇൻ സയൻസ് ഓർ എ പാസ് ഇൻ പ്രീ ഡിഗ്രി എക്സാമിനേഷൻ ഇൻ സയൻസ്. അപ്പൊ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ്, ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷനും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്താണ്, ടോട്ടൽ 297 അഡ്വൈസ് പോയിരുന്നു. ആൻഡ് കട്ട് ഓഫ് നോക്കിക്കേ 59.67 ആയിരുന്നു കട്ട് ഓഫ്. ആൻഡ് ഒരുപാട് ഹ്യൂജ് അഡ്വൈസും പോയിട്ടുണ്ട്. അപ്പൊ മുമ്പത്തെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആയതുകൊണ്ടാണ് ഇപ്പൊ എന്താണ് അടുത്ത എക്സാം വിളിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ സ്ട്രാറ്റജി വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. വളരെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ആദ്യം തന്നെ എന്താണ് നമ്മുടെ ജോബ് റോൾ എന്ന് അറിയണം അല്ലെ. ഒരു ലബോറട്ടറി ടെക്നീഷ്യൻ എന്താണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ലാബിലൊക്കെ പോകുമ്പോഴത്തേക്കും എന്താണ്, ഈ സാമ്പിൾസ് കളക്ട് ചെയ്യുക, മെയിൻലി ബ്ലഡ്, യൂറിൻ അതേപോലത്തെ സാമ്പിൾസ് കളക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ടെസ്റ്റ് ചെയ്യുക, നമ്മളുടെ ഡിസീസ് ഡയഗ്നോസ് ചെയ്യുക എന്നുള്ള ആ ഒരു ഇതാണ് അവർ ചെയ്യണ്ടാവുക അല്ലെ. അപ്പൊ അതില് നമ്മളുടെ ഡാറ്റ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു റോളാണ് ഒരു ലാബ് ടെക്നീഷ്യന്റെ മെയിൻലി വരുന്നത്. അപ്പോ നമ്മളിപ്പോ ഗ്രേഡ് 2 ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ആയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മുടെ പ്രൊമോഷൻ വരുന്നത് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 1 ആയിട്ടായിരിക്കും. അത് കഴിഞ്ഞ് അടുത്ത പ്രൊമോഷൻ എന്ന് പറയുന്നത് ചീഫ് ലാബ് ടെക്നീഷ്യൻ ആയിട്ടായിരിക്കും. ദെൻ എന്ത് സംഭവിക്കും, ഡിസ്ട്രിക്ട് ലബോറട്ടറി ഓഫീസർ ആയിട്ടാണ് നെക്സ്റ്റ് പ്രൊമോഷൻ വരുന്നത്. ആൻഡ് നമ്മളുടെ ഏറ്റവും ഹൈ ലെവൽ ഓഫ് ഇത് നമുക്ക് ഈ ജോബിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഇതായിട്ട് പ്രൊമോട്ടഡ് ആവുന്നത് ജൂനിയർ സയന്റിഫിക് ഓഫീസർ വരെ ആയിരിക്കും. അപ്പൊ വളരെ നിങ്ങൾ പേ സ്കെയിൽ നോക്കിയാൽ പറയാം, അത്യാവശ്യം നല്ല പേ സ്കെയിൽ ഉള്ള ഒരു ജോബും കൂടെയാണ്. അപ്പൊ മെയിൻലി അല്ലെ, നമുക്ക് ജോബ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞു, ജോബിന്റെ റോളും പ്രൊമോഷൻ ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ അറിഞ്ഞു, മുമ്പ് പോയ അഡ്വൈസും കട്ട് ഓഫും ഒക്കെ നമുക്കിപ്പോ ഒരു ധാരണയുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ സിലബസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കണമെന്ന് നോക്കണം, ഏതൊക്കെ സബ്ജക്ട്സ് പഠിക്കണം എന്ന് നോക്കണം. അത് വെച്ചിട്ടാണല്ലേ മെയിൻലി നമ്മുടെ എക്സാമിന്റെ ഇനിയുള്ള ഇതിരിക്കുന്നത്. അപ്പം 3 സബ്ജക്ട്സ് ആണ് മെയിൻലി വരുന്നത്, പാത്തോളജി, മൈക്രോബയോളജി ആൻഡ് ബയോ കെമിസ്ട്രി. അപ്പൊ ഇതിന്റെ എക്സ്പെക്ടഡ് സിലബസ് ആണ്, നമുക്കറിയാം പുതിയ സിലബസ് വന്നിട്ടില്ല, അത് വരണം. അപ്പൊ എക്സ്പെക്ടഡ് സിലബസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ പാത്തോളജി നോക്കുകയാണെങ്കിൽ മൊഡ്യൂൾ 1 ഹെപ്പറ്റോളജി, മൊഡ്യൂൾ 2 ക്ലിനിക്കൽ പാത്തോളജി, ദെൻ എന്താണ് മൊഡ്യൂൾ 3 ഉണ്ട് ഹിസ്റ്റോടെക്നോളജി, ആൻഡ് മൊഡ്യൂൾ 4 സൈറ്റോളജി, ആൻഡ് മൊഡ്യൂൾ 5 സൈറ്റോജെനസിസ്, ബ്ലഡ് ബാങ്കിങ്. അങ്ങനെ 6 മൊഡ്യൂൾ ആണ് പാത്തോളജിയിൽ വരുന്നത്.
അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്, 6 മൊഡ്യൂൾ വരുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം 3 സബ്ജക്ട്സേ ഉള്ളൂ, ഈസി ആയിട്ട് നമുക്ക് കവർ അപ്പ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. അപ്പം ഈ ഒരു റെഫറൻസ് ബുക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം? പാത്തോളജിക്ക് ഈ റെഫറൻസ് ടെക്സ്റ്റുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ റെഫറൻസ് ബുക്കുകൾ വാങ്ങിയിട്ട് അത് വെച്ചിട്ട് എന്ത് ചെയ്യാം? പാത്തോളജി പഠിക്കാം. പിന്നെ മൈക്രോബയോളജിയിലേക്ക് വരുമ്പോൾ മൈക്രോബയോളജി നോക്കിയ ജനറൽ മൈക്രോബയോളജി, മൊഡ്യൂൾ 2 ഇസ് ബാക്ടീരിയോളജി ആൻഡ് മൊഡ്യൂൾ 3, മൊഡ്യൂൾ 4 ആൻഡ് മൊഡ്യൂൾ 5 5 മൊഡ്യൂൾസ് ആണ് വരുന്നത്. പാത്തോളജിയിൽ 6 മൊഡ്യൂൾ ഉണ്ടായിരുന്നു, ഇവിടെ 5 മൊഡ്യൂൾ ആണ് വരുന്നത്. ആൻഡ് എന്ത് ചെയ്യാം? ഈ ഒരു റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം മൈക്രോബയോളജിക്ക് റെഫറൻസ് ആയിട്ട്. അതേപോലെ തന്നെ ബയോ കെമിസ്ട്രിയിലേക്ക് വരാൻ നേരത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ബയോ കെമിസ്ട്രിയിൽ എത്ര മൊഡ്യൂൾസ് വരുന്നുണ്ട്? ബയോ കെമിസ്ട്രി കുറച്ച് വാസ്റ്റ് ആയിട്ടാണ് വരുന്നത്, കുറെ അല്ലെ, ഒരു 19 കുറെ ടോപ്പിക്സ് ആയിട്ട് ഒരു 26 മൊഡ്യൂൾസ് ആയിട്ടാണ് ബയോ കെമിസ്ട്രി കൊടുത്തിരിക്കുന്നത്. അപ്പൊ പക്ഷെ എന്താ, പഠിച്ചു വരുമ്പോഴത്തേക്കും തിയറി ആയതുകൊണ്ട് നമുക്ക് ഈസിലി കവർ അപ്പ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പൊ ബയോ കെമിസ്ട്രിയുടെ റെഫറൻസ് ബുക്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ആക്ച്വലി സിലബസ് നമ്മൾ നോക്കി എക്സ്പെക്ടഡ് സിലബസ് ആണ്. സിലബസിന്റെ റെഫറൻസ് ടെക്സ്റ്റ് എന്തിനാ കൊടുത്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ സെൽഫ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ സിലബസ് ഈ ടെക്സ്റ്റ് ബുക്സ് വാങ്ങിച്ചിട്ട് അത് വെച്ച് പ്രിപ്പയർ ചെയ്യാം. പക്ഷെ അതാണോ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാനുള്ള സ്ട്രാറ്റജി ആണോ അത്? റെഫറൻസ് ടെക്സ്റ്റ് വാങ്ങി അത് വായിച്ച് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് പോസിബിൾ അല്ല. കാരണം നമ്മുടെ എക്സാം അടുത്ത കൊല്ലമൊന്നും അല്ല വരുന്നത്, അതായത് ഒരുപാട് എന്താ പറയാ ടൈം എടുത്ത് വരുന്ന എക്സാം അല്ല. റെഫറൻസ് ബുക്സ് റെഫർ ചെയ്ത് പഠിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് നോളജ് കിട്ടും, പക്ഷെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്ലിയർ ആവാൻ പറ്റുമോ എന്നുള്ളത് ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നമുക്ക് അത്രയും സമയം വേണം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്? എന്താണ് നമ്മുടെ സ്ട്രാറ്റജി നോക്കിക്കഴിഞ്ഞാല് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ടോപ്പേഴ്സ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു ടോപ്പേഴ്സ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുക? അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരണു, അതിന്റെ സിലബസ് നോക്കണു, അതിന്റെ റെഫറൻസ് ബുക്സ് വാങ്ങുന്നു, ഇതൊക്കെ എല്ലാവരും ചെയ്യും. പക്ഷെ ഇത് കഴിഞ്ഞ് ബാക്കി കുറെ പേര് എന്ത് ചെയ്യും? അവരുടെ പ്ലാനിങ് അവിടെ നിന്നുപോകും, അല്ലെങ്കിൽ കുറച്ച് റെഫറൻസ് ബുക്സ് വായിച്ചിരിക്കും, സമയം കളയും. അപ്പൊ നമ്മൾ ഹാർഡ് വർക്കിനേക്കാളും കൂടുതൽ സ്മാർട്ട് വർക്ക് ആണ് ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെയാണ് സ്മാർട്ട് വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എക്സാമിനെ ഒരു കാൻഡിഡേറ്റ് ആയിട്ട് തന്നെ ഞാനിരുന്ന് നോക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണം, എല്ലാ കാര്യങ്ങളും കളക്ട് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിക്കറിയാം ഇപ്പൊ പേഴ്സണലി ഇപ്പൊ ഞാൻ മൈക്രോബയോളജിയിൽ വീക്ക് ആണോ അല്ലെങ്കിൽ പാത്തോളജിയിൽ വീക്ക് ആണോ, ഏത് ഏരിയയിലാണ് ഞാൻ വീക്ക്, എന്റെ വീക്ക്നെസ് കണ്ടുപിടിക്കാന്നുള്ളതാണ് എന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതാണ് പറയുന്നത് തിങ്ക് ആസ് എ മെന്റർ അല്ലെ. നമ്മുടെ മെന്റേഴ്സ് നമ്മൾ എപ്പോഴും എന്താ ചെയ്യുക? നമ്മളുടെ വീക്ക്നെസ് കണ്ടെത്താൻ, അല്ലെങ്കിൽ നമ്മൾ ഇന്ന ഏരിയയിൽ വീക്ക് ആണ്, അവിടെ നമ്മളെ സ്ട്രെങ്തൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നവരാണ് നമ്മുടെ മെന്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ഒരു മെന്റർ ആയിട്ട് തിങ്ക് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഞാൻ എന്നെ തന്നെ അനലൈസ് ചെയ്യണം. ഓക്കെ, എന്റെ ഈ ഏരിയ ഒക്കെ വീക്ക് ആണ്, അല്ലെങ്കിൽ ഞാൻ പഠിച്ചു വരുമ്പോൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ എനിക്ക് കുറെ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഞാൻ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് തെറ്റിക്കുന്നു. അപ്പൊ ആ ഒരു സെൽഫ് റിയലൈസേഷൻ ഇസ് ഇമ്പോർട്ടന്റ്. സെൽഫ് റിയലൈസേഷൻ ഓഫ് നമ്മളുടെ വീക്ക്നെസ്. വീക്ക്നെസ് കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. കാരണം ഒരുപാട് പേരൊന്നും അവരുടെ വീക്ക്നെസ് അവർക്ക് മനസ്സിലാവണില്ല. അല്ലെങ്കിൽ കുറെ പേര് പറയണമെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് എന്താ കിട്ടാത്തെന്ന് അറിയില്ല, ഞാൻ നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് ഞാൻ പറയാം, നിങ്ങൾ ഹാർഡ് വർക്ക് ആണ് ചെയ്യുന്നത്, സ്മാർട്ട് വർക്ക് ചെയ്യുന്നില്ല. കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ നമുക്ക് ഹാർഡ് വർക്കിനേക്കാളും കൂടുതൽ സ്മാർട്ട് വർക്ക് ആണ് വേണ്ടത്. മൊത്തം റെഫറൻസ് ടെക്സ്റ്റ് മുഴുവൻ ഇരുന്ന് വായിച്ചു തീർത്തുകൊണ്ട് എനിക്ക് എക്സാം ക്ലിയർ ആവില്ല. ഞാൻ സ്മാർട്ടായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് എക്സാം ക്ലിയർ ആവാൻ പോകുന്നത്. അപ്പോ നമുക്ക് എന്താണ്, അപ്പൊ ആദ്യം തന്നെ നമ്മൾ കാൻഡിഡേറ്റ് ലെവലിൽ ചിന്തിക്കുന്നു, പിന്നെ നമ്മൾ നമ്മുടെ വീക്ക്നെസ് തിരിച്ചറിഞ്ഞ് നമ്മൾ തന്നെ നമ്മളെ സെൽഫ് മെന്ററിങ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്ററിന്റെ ലെവലിലും കൂടി ചിന്തിക്കണം. അപ്പൊ എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്ററിന്റെ ലെവലിൽ ചിന്തിക്കാന്ന് വെച്ചാൽ ഒരുപാട് പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്, ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന ആളുടെ ഒരു ലോജിക്കൽ ലെവൽ, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ള രീതിയിലും കൂടി നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഇപ്പൊ നമുക്ക് തോന്നും, അയ്യോ എനിക്കൊരു കാൻഡിഡേറ്റ് ആയിട്ട് ചിന്തിക്കാൻ പറ്റും, പക്ഷെ എനിക്കൊരു മെന്റർ ആയിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റർ ആയിട്ടും ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? നല്ലൊരു കോച്ചിങ് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കൊരു നല്ല കോച്ചിങ് എടുത്താൽ നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്സ് വായിക്കേണ്ട. അതിനാണ് നമ്മൾ കോച്ചിങ് ക്ലാസ്സസിന് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. ബിക്കോസ് നമുക്ക് ജസ്റ്റ് കാൻഡിഡേറ്റ് ആയിട്ട് മാത്രം ഇരുന്നാൽ മതി, മെന്റർ ആയിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റർ ആയിട്ടും ഒന്നും ഇരിക്കേണ്ട. നമ്മുടെ ബാച്ച് തന്നെ നിങ്ങൾക്ക് മെന്ററിങ്ങും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. സോ ഇപ്പം കാൻഡിഡേറ്റ് ആയിട്ട് മാത്രമാണ് എനിക്ക് ഇരുന്നാൽ മതി, എനിക്ക്
മെന്റർ ആയിട്ടോ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ഒന്നും ചെയ്യണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഓൺലൈൻ കോച്ചിങ് എടുക്കണം. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയമില്ല, ഹാർഡ് വർക്ക് ചെയ്തിരിക്കാൻ സമയമില്ല. സ്മാർട്ട് വർക്ക് ഇസ് ഓൾവേസ് എന്താണ്, നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിന്റെ ലെവലിൽ എക്സാംസ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ആക്ഷൻ പ്ലാൻ, എന്താണ് നമ്മുടെ പ്ലാൻ എന്ന് നോക്കണം. അപ്പൊ ഫസ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫേസ് 1, അതായത് ഈ പ്ലാനിങ് ഫേസ് ആണ് നമ്മൾ ഇന്നത്തെ വെബിനാറിൽ മെയിൻലി ചെയ്യുന്നത്. അതായത് നമ്മൾ സിലബസിലൂടെ പോയി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അനലൈസ് ചെയ്ത് നോക്കാം. അപ്പൊ ഇപ്പൊ നിങ്ങൾ അറിയാം ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുക. അപ്പൊ പ്രീവിയസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അത് വായിച്ചു നോക്കുക. നമുക്കൊന്നും അറിയില്ല, ഇപ്പൊ ജസ്റ്റ് വായിച്ചു നോക്കുക. അപ്പൊ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം അൺനോൺ ആണ് ഓരോ ക്വസ്റ്റ്യൻസ്, എത്രത്തോളം കാര്യങ്ങൾ നമുക്ക് അറിയില്ല, അല്ലെങ്കിൽ നമ്മുടെ ഏത് ലെവലിലാണ് നിൽക്കുന്നത് എന്നുള്ളൊരു സെൽഫ് റിയലൈസേഷൻ നമുക്ക് വരും. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള സോഴ്സസ് ഒക്കെ എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക. റെഫറൻസ് ബുക്സോ PDF നോട്ട്സോ കാര്യങ്ങളോ ഒക്കെ എന്ത് ചെയ്യുക, കളക്ട് ചെയ്ത് വെക്കാം. ഇനി എന്ത് ചെയ്യുക, നമ്മളൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. എക്സാമിന് ഒരു 1 month അല്ലെങ്കിൽ ഒരു 50 days മുമ്പെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, ഫുൾ, അതായത് ഒരു 1 month കൊണ്ട് നമുക്ക് ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് ഫുൾ റിവിഷൻ എന്നുള്ള രീതിയിൽ ഒരു നല്ല രീതിയിൽ ഒരു ഇഫക്റ്റീവ് പ്ലാൻ ഉണ്ടാക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യണം, ഡെയിലി നമ്മൾ പഠിക്കുന്ന ടോപ്പിക്സിന്റെ MCQസും പ്രാക്ടീസ് ചെയ്ത് പോവാം. അപ്പൊ പ്ലാനിങ് ഫേസ് എല്ലാവരും മോസ്റ്റ്ലി ചെയ്യും. സിലബസ് നോക്കും, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കും, സോഴ്സ് ഒക്കെ കളക്ട് ചെയ്ത് വെക്കും, എന്നിട്ട് അവിടെ നിർത്തും. നമ്മൾ ആക്ഷൻ പ്ലാൻ ആണ്, വെറുതെ പ്ലാനിങ് അല്ല, നമ്മൾ എന്ത് ചെയ്യണം, അത് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പൊ ആദ്യത്തെ പ്ലാനിങ് ഫേസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ഷൻ ആൻഡ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. അപ്പോ പ്ലാൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങണം. അപ്പൊ എപ്പോഴും നമ്മൾ എപ്പോഴും എക്സാമിന്റെ സിലബസും കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് ജസ്റ്റ് ഇരിക്കുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ഇത് കിട്ടുമോ, അല്ലെങ്കിൽ ഇത് പഠിച്ചെത്തിക്കാൻ പറ്റുമോ, അങ്ങനെ തോന്നും. ആ ഒരു ഫീലിംഗ് മാറ്റി നമുക്ക് കോൺഫിഡൻസ് വരുന്ന എപ്പോഴാന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. വൺസ് യു സ്റ്റാർട്ട് പഠിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് താനെ ഓട്ടോമാറ്റിക്കലി നമുക്ക് കോൺഫിഡൻസ് വരും. ടോപ്പിക്സ് പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ നോട്ട്സ് ഉണ്ടാക്കുക. ഈ നോട്ട്സ് ഉണ്ടാക്കുക എന്ന് പറയാൻ പറ്റല്ലോ, നമുക്കറിയാം എക്സാം അടുത്താണ് അല്ലെ, ഒരുപാട് സമയമൊന്നും ഇല്ല നമുക്ക് വാസ്റ്റ് ആയിട്ട് നോട്ട്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ. അപ്പൊ നമ്മൾ എപ്പോഴും എന്താ ചെയ്യാന്ന് വെച്ചാൽ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക. എക്സാമിന്റെ തലേന്ന് വരെ എനിക്ക് വായിച്ചു നോക്കാൻ പറ്റുന്ന പോലെ ഒരു മൊഡ്യൂൾ ഒരു പേപ്പറിൽ കവർ ചെയ്യുന്ന പോലെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാം. അപ്പൊ നിങ്ങൾ അങ്ങനെ നിർബന്ധം പിടിക്കുക, അതായത് ഒരു ഷീറ്റ് ഓഫ് പേപ്പറിൽ ഒരു A4 ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഞാൻ ഒരു മൊഡ്യൂള് കവർ ചെയ്യും. അതേപോലെ ആയിരിക്കണം ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കേണ്ടത്. അപ്പൊ വലിയ ബിഗ് നോട്ട്സ് ഉണ്ടാക്കുന്നത് ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യില്ല, ബിക്കോസ് എനിക്കതൊരു ഹാർഡ് വർക്കിംഗ് ഫേസ് പോലെയാണ് തോന്നുക. അപ്പൊ ഈ വലിയ PDF നോട്ട്സ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും, നമ്മുടെ ബാച്ചിൽ നിന്ന് കിട്ടും, ക്ലാസ് നോട്ട്സ് കിട്ടും അല്ലെ. അപ്പൊ അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാം, എന്നിട്ട് ചെറിയ മൈൻഡ് മാപ്പിംഗ് നോട്ട്സ് ഉണ്ടാക്കാം, എന്നിട്ട് അത് എന്ത് ചെയ്യാം, മെമ്മറൈസ് ചെയ്ത് നോക്കാം. അപ്പൊ അത് വെച്ച് എന്ത് ചെയ്യാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു A4 ഷീറ്റ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ആദ്യത്തെ ഒരു ഫേസിൽ, ആദ്യത്തെ ഒരു പേജിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒറ്റ സിംഗിൾ പേജിൽ നിങ്ങളുടെ ഒരു മൊഡ്യൂൾ തീരുന്ന പോലെ നോട്ട്സ് ഉണ്ടാക്കിയിട്ട് അതിന്റെ അപ്പുറത്തെ വശം ഉണ്ടല്ലോ, അതിന്റെ അടുത്ത ഭാഗത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കാത്ത കുറെ ന്യൂ ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടില്ലേ, അപ്പൊ അതെന്ത് ചെയ്യുക, അതിന്റെ നെക്സ്റ്റ് പേജിൽ എഴുതി വെക്കുക. അപ്പൊ ഒരു സിംഗിൾ A4 ഷീറ്റിൽ നിങ്ങളുടെ ഒരു മൊഡ്യൂൾ കഴിഞ്ഞു. സോ എക്സാം അടുത്തെത്തുമ്പോൾ നമുക്കുള്ള പാനിക്കിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല. 6 മൊഡ്യൂൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് 6 ഷീറ്റ് ഓഫ് പേപ്പർ എനിക്ക് വായിച്ചാൽ മതി. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കണം. അപ്പൊ അതാണ് നമ്മുടെ phase 2 എന്ന് പറയുന്നത്. സിലബസ് നല്ല രീതിയിൽ പഠിക്കുന്നു, ഷോർട്ട് നോട്ട്സ് മേക്ക് ചെയ്യുന്നു. ദെൻ നമ്മുടെ ഫൈനൽ ഫേസ് എന്ന് പറഞ്ഞാൽ ഫിനിഷിംഗ് ഫേസ് ആണ്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് ഇപ്പോഴും അറിയില്ല നമ്മളുടെ സിലബസ് എങ്ങനെയാണ് വരുന്നത് എന്നല്ലേ. അപ്പൊ ഈ ഒരു വെയിറ്റേജിലായിരിക്കും സിലബസ് വരുന്നതെന്ന് അറിയില്ല, പക്ഷെ ഏറെക്കുറെ ഈ ഒരു രീതിയിലായിരിക്കണം സിലബസ് ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ ഫൈനൽ സിലബസ് പബ്ലിഷ് ചെയ്തതിന് ശേഷം നമ്മൾ കവർ ചെയ്യാത്ത കുറച്ച് ടോപ്പിക്സ് ഉണ്ടാവുമല്ലോ, അതെന്ത് ചെയ്യുക, വേഗം തന്നെ കവർ ചെയ്യുക. എന്നിട്ട് ആ ഏരിയയിലുള്ള MCQസും കാര്യങ്ങളും ഒക്കെ കംപ്ലീറ്റ് ചെയ്യുക. എല്ലാം നമ്മൾ എപ്പോഴും ഒരു എക്സാം ഉണ്ടെങ്കിൽ ഒരു 50 days മുമ്പ്, എക്സാമിന്റെ 50 ദിവസം മുമ്പ് നമ്മുടെ ലേണിംഗ് ഫേസ് തീർക്കണം എന്നാ പറയാ. അതായത് എക്സാമിന് ഒരു മാസം എന്ന് പറയണ, ആ എക്സാമിന് മുമ്പുള്ള 1 month എന്ന് പറയുന്നത് ഫുൾ നമ്മുടെ മോക്ക് ടെസ്റ്റിനും റിവിഷനും വേണ്ടിയിട്ട്. ആ സമയത്ത് ലേൺ ചെയ്തുകൊണ്ടിരിക്കരുത്. ഓക്കെ, അപ്പൊ മാക്സിമം എന്ത് ചെയ്യാം, നമ്മളുടെ സിലബസ് എത്രയും വേഗം സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ എന്ത് ചെയ്യാം, മോക്ക് ടെസ്റ്റുകളും ചെയ്യാം. ഓക്കെ, അപ്പോ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പൊ എന്ത് ചെയ്യണം, ഈ എന്തിനാണ് മോക്ക് ടെസ്റ്റുകൾ ചെയ്യണത് അല്ലെങ്കിൽ എന്തിനാണ് റിവിഷൻ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ഇപ്പൊ ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്, അവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ മോക്ക് ടെസ്റ്റുകൾ ചെയ്യില്ല. അവർ പറയും ഞാൻ പഠിക്കുന്നല്ലേ ഉള്ളൂ, ഇപ്പോഴേ മോക്ക് ടെസ്റ്റ് ചെയ്യണോ. നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന ഡേ 1 മുതൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ ചെയ്തു തുടങ്ങാം. അങ്ങനെ റൂൾ ഒന്നുമില്ല. അറിയാത്ത ക്വസ്റ്റ്യൻസ് അപ്പൊ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിൽ ആൻസർ വായിക്കുമ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസിനെ കണ്ട് ക്വസ്റ്റ്യൻസിന്റെ അടുത്ത് പരിചയം വരും. അപ്പൊ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്സ് മനസ്സിലാവുക. അപ്പൊ ഇതേ മിസ്റ്റേക്സ് നമ്മൾ എക്സാമിന് റിപ്പീറ്റ് ചെയ്യില്ല. അപ്പം ഡേ 1 മുതൽ എന്ത് ചെയ്യുക, ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഞാൻ പറയാ. അല്ലാതെ സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ആവാൻ കാത്തിരിക്കരുത് എന്നാണ് ഞാൻ പറയാം. അപ്പോൾ എന്ത് ചെയ്യാം, അങ്ങനെ മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യാം. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ, PSCയുടെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരാന്ന് റെഫറൻസ് എടുക്കണമല്ലോ. അപ്പൊ മുമ്പ് നടന്നിട്ടുള്ള സിമിലർ എക്സാംസിന്റെ റെഫറൻസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് നോക്കാം. അതായത് മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ കേരള, അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യന്റെ നോക്കാം. അതേപോലെ തന്നെ ജൂനിയർ ലാബ് അസിസ്റ്റന്റിന്റെയും അതുപോലെ ലാബ് അസിസ്റ്റന്റ് കേരള വാട്ടർ അതോറിറ്റിയുടെയും മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2ന്റെ ഒക്കെ എന്ത് ചെയ്യാം, പ്രീവിയസിൽ നമ്മുടെ സിമിലർ ആയിട്ട് നടന്നിരിക്കുന്ന എക്സാംസിന്റെ ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫറൻസ് ആയിട്ട് എടുത്ത് നോക്കാം. അതൊക്കെ സോൾവ് ചെയ്ത് നോക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഒറ്റയ്ക്കും ചെയ്യാൻ പറ്റും അല്ലെ. ഇത്രയും കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും, ഒറ്റയ്ക്ക് ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല, നമുക്കറിയില്ല എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ ഇല്ല. ഇനിയിപ്പോ നമുക്ക് ഇതൊക്കെ സോർട്ട് ഔട്ട് ചെയ്തെടുത്ത് ഇതൊക്കെ ചെയ്യാനുള്ള സമയവും ഇല്ല അല്ലെ. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അതാണ്, നമ്മൾ ഫുള്ളി ലോസ്റ്റ് ആയിരിക്കും. നമ്മൾ ആരും ഹെൽപ്പ് ചെയ്യാനോ മെന്റർ ചെയ്യാനോ ഒന്നും ഇല്ല. നമുക്ക് ഇത് പ്രോപ്പർ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഇതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ നമുക്കിതൊന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യാനുള്ളൊരു ഇതുണ്ടാവില്ല അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഓൾറെഡി നമ്മുടെ ടീം നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ക്യൂറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫുൾ സിലബസിന്റെ ലൈവ്, അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സസ്, അതുപോലെ ക്യാപ്സ്യൂൾ നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ ഓൾറെഡി നമ്മൾ തരും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ട, വീണ്ടും എക്സ്റ്റെൻസീവ് ആയിട്ട് ലോങ് നോട്ട്സ് ഒന്നും ഉണ്ടാക്കണ്ട. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിയാൽ മതി. പിന്നെ മെന്റർഷിപ്പും പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ എവിടെയാണ് വീക്ക്, അതൊക്കെ നമ്മുടെ മെന്റേഴ്സ് നിങ്ങളുടെ വീക്ക്നെസ്സും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യും, നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ എന്താണ്, MCQസും നമ്മൾ എന്ത് ചെയ്യും, 3000 ടോപ്പിക് വൈസ് MCQ ക്വസ്റ്റ്യൻസും അതിന്റെ എക്സ്പ്ലനേഷൻസും നമ്മൾ തരും. അതുപോലെ എന്താണ്, മോഡൽ എക്സാംസും കണ്ടക്ട് ചെയ്യും. കോഴ്സിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് എക്സാം കഴിയുന്ന വരെ നിങ്ങൾക്ക് എന്തുണ്ടാവും, വാലിഡിറ്റി ഉണ്ടാവും. അപ്പോൾ എപ്പോഴും നമ്മുടെ സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കോച്ചിങ് എടുത്ത് പഠിക്കുന്നത് തന്നെയാണ്, റാദർ ദാൻ ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്നത്. ഒറ്റയ്ക്കിരുന്ന് പഠിച്ചാൽ കിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഹാർഡ് വർക്ക് ചെയ്യുക, ഹാർഡ് വർക്കിനേക്കാളും എന്താ പറയാ, സ്മാർട്ട് വർക്ക് ആണ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് വർക്ക് ആവുക. അത് നിങ്ങൾ എക്സാംസിന് ഒറ്റയ്ക്കിരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമ്മളുടെ ടീം, നമ്മുടെ ഫാക്കൽറ്റീസ് നോക്കുകയാണെങ്കിൽ പാത്തോളജി ഡീൽ ചെയ്യുന്നത് ഇവരായിരിക്കും. അതേപോലെ തന്നെ എന്താണ്, ബയോകെമിസ്ട്രി ഡീൽ ചെയ്യുന്നത് വൃന്ദ ആൻഡ് തസ്നിപ്യം ആണ്. അതുപോലെ മൈക്രോബയോളജി ആൻഡ് എന്താണ്, ഇവരാണ് നമ്മുടെ ടീം ഓഫ് ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ കോഴ്സ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ വിജ്ഞാപനം വന്നു കഴിഞ്ഞു. ഈ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്കാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിലിതാ വിജയചരിത്രം ആവർത്തിക്കുവാനായി ടെക് PSC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 3000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം ഫുൾ സിലബസ് ബേസ്ഡ് മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവ അടങ്ങിയ ഈ ഒരു ഫുൾ പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.